എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു അരക്കപ്പ് റവയാണ്, ഇപ്പം വറുത്ത റവയാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 കപ്പോളം വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല, വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് ഞാനിപ്പോൾ അരിപ്പൊടിയുടെ 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് കുതിർന്ന് വരാനായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കുതിർന്ന് വരാനായിട്ട് വെച്ച് കൊടുക്കാം. ഒരു 1/4 മണിക്കൂറോളം വെച്ച് കൊടുക്കാം. നമ്മുടെ റവ നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് ഒരു പകുതി സവോളയും ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.5 കപ്പോളം വെള്ളം മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു കപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2.5 കപ്പ് വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ നീർദോശ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. രാവിലെ അരി അരച്ചിട്ടില്ലെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. മറന്നുപോയെങ്കിൽ തന്നെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തേങ്ങാ ചട്നിയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ പാൻ ചൂടായി വന്നപ്പോൾ നന്നായിട്ട് പാൻ ചൂടായി വന്നതിന് ശേഷം വേണം കോരി ഒഴിക്കുക. ഇതേ രീതിയിൽ നമുക്കിത് കോരി ഒഴിച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. നന്നായിട്ട് മൊരിഞ്ഞെടുക്കേണ്ടവർക്ക് തീ കുറച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഈ മാവ് കോരി ഒഴിച്ചതിന് ശേഷം തീ ലോയിലാക്കിയിട്ട് ഇത് നന്നായിട്ട് മൊരിച്ചെടുക്കണം. നന്നായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് നന്നായിട്ട് മൊരിച്ചെടുക്കാം, അല്ലാതെ വേണമെങ്കിൽ അതേ രീതിയിൽ എടുക്കണം. ഞാൻ ക്രിസ്പി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ദോശ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ മുളക് ചമ്മന്തിയാണ് ഇതിനുണ്ടാക്കിയിരിക്കുന്നത്. തേങ്ങാ ചമ്മന്തിയാണ് ഒന്നുകൂടെ ചേരുന്നത്. രാവിലെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങാ ചമ്മന്തി അരച്ചില്ല. ഇതിനകത്ത് ഒരു പകുതി സവോളയും ഒരു പകുതി തക്കാളിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം കടുക് വറുത്തിട്ട് മുളക് പൊടിയും ചേർത്തിട്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പം അതും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. തേങ്ങയൊക്കെ ചിരണ്ടാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ മുളക് ചമ്മന്തി, അതും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കേട്ടോ. അതുണ്ടാക്കിയാലും നല്ലതാണ്. തേങ്ങാ ചമ്മന്തിയാണ് ഒന്നുകൂടെ ചേരുന്നത് കേട്ടോ, അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതേ രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നമ്മൾ അരി അരയ്ക്കാൻ മറന്നു പോയെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുമാണ്, ഒരു വെറൈറ്റിയാണ്. ഇതിലൂടെ വെജിറ്റബിൾസൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയിലയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഞാനതൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മുളക് ചമ്മന്തിയും ദോശയും ഇപ്പോൾ ഇതേ രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ, എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഒരു കഷ്ണം എടുത്ത് കഴിക്കുവാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും